ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പുതിയ വീഡിയോ ഓസ്ട്രേലിയയിലെ പേരൻറ്റിങ്ങിനെ പറ്റിയാണ് കേട്ടോ. വലിയൊരു ഫ്രൈറ്റനിങ് ആയിട്ടുള്ള ഒരു മേഖലയൊന്നുമല്ല ഓസ്ട്രേലിയയിലെ പേരൻറ്റിങ്. പക്ഷേ ഈ അടുത്ത നാളുകളായിട്ട് വളരെയധികം പേരൻസ് സ്ട്രഗിൾ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഞങ്ങൾ 2003 വന്നു. അപ്പോൾ ഞങ്ങളുടെ പിള്ളേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ ആ ഗാങ്ങിൽ മാക്സിമം 2ാം ക്ലാസ് 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരായിരുന്നു ഏറ്റവും മുതിർന്ന പിള്ളേരെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പം മനസ്സിലായല്ലോ ഞങ്ങളുടെ പിള്ളേരുടെ പ്രായമൊക്കെ അല്ലേ. അപ്പം ഇപ്പം ഒരുപാട് പിള്ളേർ, യങ് കപ്പിൾസ്, പിന്നെ മച്ചുറായിട്ടുള്ള കപ്പിൾസ്, അവരിവിടെ വന്ന പിള്ളേരെയൊക്കെ എന്താ പറയുന്നത്, കൺസീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന രീതിയിലൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടല്ലോന്നേ. പിന്നെ കുറേ പേര് ഇവിടെയൊക്കെ ഞങ്ങളുടെ കാലത്ത് വന്ന ആ സമയം കഴിഞ്ഞ് ഈ ലാസ്റ്റ് 10 yearsൽ ഒത്തിരി പേര് ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്തു. അവരൊക്കെ എന്നാ പറയുന്നത്, ഫുൾ ടൈം വർക്കുണ്ട്, നമ്മൾ ഇവിടെ വേണമല്ലോ, ഫുൾ ടൈം ജോലി ചെയ്യണം, രണ്ടുപേരും ജോലി ചെയ്യണം, പിള്ളേരുടെ കാര്യം നോക്കണം. അങ്ങനെ ഒരുവിധം നന്നായിട്ട് തന്നെ ഒരു സ്ട്രഗിളിംഗ് ഉള്ള ഒരു ഫീൽഡാണ് ഓസ്ട്രേലിയയിലെ പേരൻറ്റിങ് എന്ന് പറയുന്നത്. അത് മലയാളികൾക്ക് കേട്ടോ. ഇവിടുത്തുകാരും ഓസ്ട്രേലിയൻസ് ആയിട്ടുള്ള വെള്ളക്കാരായിട്ടുള്ള പേരൻസ് ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. എൻ്റെ അറിവിലും എൻ്റെ ഒബ്സർവേഷനിലും എന്നോട് ആളുകൾ പറഞ്ഞതും അനുസരിച്ച് ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടുത്തെ പേരൻറ്റിങ്ങിന് ആ സ്റ്റൈലിനെ പറ്റി, അതിൻ്റെ കോൺസിക്വൻസ്, നമ്മൾ എങ്ങനെയാണ് പിള്ളേരെ ഇവിടെ ബ്രോട്ടപ്പ് ചെയ്യുന്നത് എന്നുള്ള ഒരു എൻ്റെ എന്നാ പറയുന്നത്, ഒരു ഉപദേശം എന്നൊന്നും പറയാൻ പറ്റിയില്ല. കാരണം ഞാൻ ഉപദേശിക്കാൻ ഞാനൊരു സക്സസ്ഫുൾ മമ്മോ അല്ലെങ്കിൽ ഞാനും ഉപയോഗിച്ചൊരു സക്സസ്ഫുൾ പേരൻസോ ഒന്നും അല്ല. എന്നാലും നിങ്ങളോട് ചില കാര്യങ്ങൾ ഒബ്സർവേഷനിൽ ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു മുന്നോടിയായിട്ട് ഒരു ഹെഡ് സ്റ്റാർട്ട് എന്ന പോലെ ഞാൻ നിങ്ങളോട് പറയുകയാണ്. അപ്പോൾ ശ്രദ്ധിച്ച് കേട്ടോളൂ. ഒന്നാമതായിട്ട് ഇവിടുത്തെ പേരൻറ്റിങ്ങിൻ്റെ സ്റ്റൈല്, നമ്മുടെ മലയാളികളുടെ പേരൻറ്റിങ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ അതേ രീതിയാണ് ഇവിടെയും ഫോളോ ചെയ്യുന്നത്. കാരണം അത് നമ്മുടെ ബ്ലഡിലുണ്ടല്ലോ. നമ്മൾക്ക് കിട്ടിയത് നമ്മൾ പിള്ളേർക്കും കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പം ഒന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ പിള്ളേരെ ഭയങ്കര സ്നേഹിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ എല്ലാ പേരൻസും പറയുന്നത്. ഫാദറും മദറും പറയുന്നത്, ഞാൻ അവനെ എങ്ങനെയാണ് വളർത്തുന്നത് നിങ്ങൾക്കറിയാമല്ലോ, അല്ലെ ഞാൻ അവനെ എന്ത് സ്നേഹിച്ചാണ് വളർത്തുന്നത്, എന്ത് കൊഞ്ചിച്ച് എന്തെല്ലാം കൊടുത്ത് എങ്ങനെ ലുക്ക് ആഫ്റ്റർ ചെയ്ത് വളർത്തുന്നത് നിങ്ങൾക്കറിയാമല്ലോ എന്നും പറഞ്ഞാണ് നമ്മളോടൊക്കെ പറയുന്നത് ചിലർ. അത് തന്നെയാണ്, അതൊരു ഇഷ്യൂ ആണ്. നമ്മളുടെ ആ ചിന്താഗതിയെ, ആ ആറ്റിറ്റ്യൂഡ്, ആ വേ ഓഫ് തിങ്കിങ്, അത് നമ്മൾക്കൊന്ന് മാറ്റാൻ ഇപ്പോൾ സമയമായിട്ടിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ നാട്ടിലെ പിള്ളേർക്ക് എല്ലാം കൊടുത്ത് എല്ലാം A to Z എല്ലാം നമ്മൾ തന്നെ ചെയ്യുന്നു. പിള്ളേരെ കൊണ്ട് നമ്മൾ എന്താ പണി ചെയ്യിപ്പിക്കുന്നത് അല്ലേ നാട്ടിൽ. ഇപ്പോൾ ഒക്കെ കുറച്ചുകൂടിയൊക്കെ പേരൻസിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിള്ളേരെന്ന് തോന്നുന്നു. എന്ന് പറഞ്ഞാൽ മോഡേൺ ഫാമിലി, മോഡേൺ ഇതിൽ പിള്ളേർക്കൊക്കെ വിശ്വാസം എന്ത് ചെയ്യാം, അല്ലെങ്കിൽ തുണി മടക്കാം, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ നാട്ടിലും പിള്ളേരൊക്കെ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ഞങ്ങളുടെയൊക്കെ ടൈമിൽ നമ്മൾ വെറും വില്ലേജ് ലൈഫ് എന്ന് പറയുമ്പോൾ നമ്മൾ ആടിനെ കെട്ടാൻ പോകുന്നു, അല്ലെങ്കിൽ ആ ഒരു പേരൻസിനെ ഹെൽപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്നാ പറയുന്നത്, നമ്മുടെ റബ്ബർ ഷീറ്റൊക്കെ എടുത്തുകൊണ്ട് വരുന്നു. അങ്ങനെ നമ്മൾ ഫാദറിൻ്റെയും മദറിൻ്റെയും ഒപ്പം ഒരുപാട് ഹെൽപ്പൊക്കെ ചെയ്താണ് ഞങ്ങളൊക്കെ വളർന്നു വന്നത്. പക്ഷെ നിങ്ങളുടെ തലമുറയിൽ അങ്ങനെയൊന്നും ഇല്ലായിരിക്കാം ഒരു പക്ഷേ. അപ്പോൾ അതിൻ്റേതായ ഒരു വ്യത്യാസമുണ്ട്. നിങ്ങളെ വളരെയും പാമ്പേർഡായിട്ടാണ് നിങ്ങളുടെ പേരൻസോ, അതോ ഓരോ ഇയർ കൂടുമ്പോഴും അങ്ങനെയാണല്ലോ അല്ലേ, നമ്മളെല്ലാം കൊടുത്തും മോസ്റ്റ് മോഡേൺ തിങ്സ് പിള്ളേർക്ക് മേടിച്ചു കൊടുത്തൊക്കെയാണല്ലോ അതിനെ വളർത്തുന്നത്. അപ്പം ആ ഒരു പേരൻറ്റിങ് സ്റ്റൈല് നമ്മൾ നാട്ടിലെ പിള്ളേർക്ക് എല്ലാ കൂട്ടവും ചെയ്തു കൊടുത്ത് വളർത്തി, നമ്മളിങ്ങനെ സ്കൂളിൽ എല്ലാ കൂട്ടവും യൂണിഫോം തേച്ച് ഇടിയിപ്പിച്ച് തലമുടി പിന്നി പ്ലേറ്റ് ചെയ്ത് ചോറും പാത്രം ബാഗിനകത്ത് വെച്ച് ഓടി, എന്താ പറയുന്നത്, ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്നുള്ള സിനിമയ്ക്കകത്ത് നടി ചെയ്യുന്നത് പോലെ തന്നെ ഭർത്താവിനെ മടക്കി അയക്കുന്നു, അല്ലെങ്കിൽ അതുപോലെ തന്നെയുള്ള ആ ഒരു സ്റ്റൈലാണ്. എന്തുമാത്രം ടൈം, നമ്മളുടെ സ്വന്തം ടൈം കളഞ്ഞിട്ടാണ് നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പിള്ളേരെ വളർത്തുന്നത്. എന്നിട്ട് ഈ പിള്ളേരോട് നമ്മൾ എന്തെങ്കിലും ഒരു ഹെൽപ്പ്, അല്ലെങ്കിൽ എന്തെങ്കിലും വീട്ടിലെ ഒരു കാര്യം, ഇത് നമ്മൾ താമസിക്കുന്ന വീടാണ്, നമ്മളെല്ലാവരും ഇതിനകത്ത് ഭാഗമാണ്, നമ്മൾ ഒരു റൂം നമ്മൾ വൃത്തികേടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മെസ്സ് നമ്മൾ പിക്ക് ചെയ്യണം, നമ്മൾ ക്ലീൻ ആക്കണം എന്നുള്ള ആ ഒരു ചിന്താഗതി കൊടുത്താണ് നമ്മൾ പിള്ളേരെ വളർത്തുന്നത് അല്ലേ. പലപ്പോഴും അല്ല, കാരണം നമ്മൾ എന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇതിലും വേറെ നമ്മൾ തന്നെ ചെയ്യുന്നതാണ് എന്നും പറഞ്ഞാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആ രീതി നമ്മൾ ഇവിടെ തുടരുമ്പോൾ
ഓസ്ട്രേലിയയിൽ നമ്മൾ അങ്ങനെ തുടരുമ്പോൾ നമ്മൾ ഒന്നാമത് ഫുൾ ടൈം ജോലിയാണ് രണ്ടുപേരും. ഒന്നെങ്കിൽ റെൻറ്റിങ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഓൺ ചെയ്യുന്ന വീടാണെങ്കിൽ പോലും നമ്മൾക്ക് ഇതിൻ്റെ അകത്ത് ബാങ്ക് ലോൺ അടക്കണം, നമുക്ക് ജോലിക്ക് പോയിരിക്കാൻ പറ്റിയല്ല, ചൈൽഡ് കെയറിൽ കൊണ്ടുപോകണം, നമ്മുടെ ഷിഫ്റ്റ്, ജോലി കാര്യങ്ങൾ, ജോലിയിൽ വളരെ കമ്മിറ്റഡ് ആയിരിക്കണം. നമ്മൾ നാട്ടിലെ പോലെയല്ല, നമ്മൾ അരമണിക്കൂർ നേരത്തെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ അരമണിക്കൂറിൻ്റെ പേ കട്ടാണ് മോസ്റ്റ് ഓഫ് ദ ടൈം. എല്ലാ എംപ്ലോയറും തന്നെ അങ്ങനെ കട്ട് ചെയ്യും. അതല്ലെങ്കിൽ പിന്നെ നമ്മൾ അങ്ങനെ ഡെഡിക്കേറ്റഡ് ആയിട്ട് നമുക്ക് പറ്റുമ്പോൾ എക്സ്ട്രാ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മാത്രമേ എംപ്ലോയർ എന്നൊന്ന് കണ്ണടയ്ക്കുകയുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടുത്തെ ടൈമിന്, ഇവിടുത്തെ മണി വാല്യൂ, ഇതെല്ലാം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഈ ഡെയിലി കിട്ടുന്ന, നമ്മൾക്ക് കൃഷിയിൽ നിന്ന് ഒരു വരുമാനം മറ്റൊന്നും ഇല്ല. അപ്പം ജോലി ചെയ്തുണ്ടാക്കുന്ന ഈ പൈസ, അങ്ങനെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുകയാണ് പേരൻസ് രണ്ടുപേരും ഇവിടെ. അങ്ങനെ നമ്മൾ ഓടി വരുന്നു, സ്കൂളിലേക്ക് പിള്ളേരെ പിക്ക് ചെയ്യുന്നു, കൊണ്ടുവരുന്നു, പിള്ളേർക്ക് ഫുഡ് കൊടുക്കുന്നു, എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുന്നു. നമ്മളുടെ ഡ്രസ്സ് മാറാതെയാണ് നമ്മൾ പിള്ളേർക്ക് എന്തെങ്കിലും ആഫ്റ്റർനൂൺ ടീ ഉണ്ടാക്കി കൊടുക്കുന്നത്. സ്കൂളിൽ നിന്ന് വിട്ട് വരുമ്പം അത് കഴിഞ്ഞ് ട്യൂഷൻ ഓടിക്കൊണ്ടുപോകുന്നു, തിരിച്ചു കൊണ്ടുവരുന്നു. അപ്പോഴത്തേനും പിള്ളേരിട്ട് കുളിപ്പിക്കേണ്ട പിള്ളേരാണ്, കുളിപ്പിക്കുന്നു. ഇങ്ങനെ ഒരു 100 കൂട്ടം പണികളുണ്ട് ഈ ഫുൾ ടൈം ജോലിയുടെ കൂട്ടത്തിൽ. പിന്നെ വീട് നമ്മൾ നാട്ടിൽ ഇടുന്ന പോലെ വാടകയ്ക്കാണെന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും, നാട്ടിലെ വാടകക്കാരുടെയൊക്കെ കാര്യം അറിയാമല്ലോ അല്ലേ. മോസ്റ്റ് ഓഫ് ദ ടൈം അവർ ഒട്ടും കമ്മിറ്റഡ് അല്ല, ഒട്ടും സിൻസിയർ അല്ല വാടക വീടുമായിട്ട്. അങ്ങനെയൊന്നും നമുക്കിവിടെ വിടാനും പറ്റിയില്ല. അപ്പോൾ അതൊക്കെ ഒരു എക്സ്ട്രാ ബേർഡനാണ്. പിന്നെ നമ്മൾ വീട് 1 വർഷം കഴിയുമ്പം മാറേണ്ടി വരുമ്പം പിള്ളേരും വൃത്തികേടാക്കിയ വോൾസ് ഇതെല്ലാം നമ്മൾ ക്ലീൻ ആക്കി കൊടുക്കണം. അങ്ങനെ ഇരട്ടി പാടാണ്. സോ അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ A to Z പിള്ളേർക്ക് ഇവിടെയും എല്ലാ കൂട്ടവും ചെയ്യാന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഏതെങ്കിലും പേരൻസ് അങ്ങനെ ചെയ്ത് ആദ്യമേ തന്നെ ആ ഒരു പാമ്പറിങ്ങിലേക്ക് പിള്ളേരെ വിട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് പിന്നെ പിള്ളേർ വലുതാകുമ്പോഴും അതേ എക്സ്പെക്റ്റേഷനാണ് പിള്ളേർക്ക്. അതുകൊണ്ട് പിള്ളേരെ ഇവിടെ നമ്മൾ വളർത്തുമ്പോൾ നമ്മൾ അവർക്ക് ചെയ്യാൻ പറ്റുന്ന അവരുടെ ശരീരഭാരത്തിന് അനുയോജ്യമായ വർക്കുകൾ അവർക്ക് കൊടുക്കണം. അത് ചെയ്യാനായിട്ട് അവരെ എൻകറേജ് ചെയ്യണം, ചെയ്ത് കാണിച്ചു കൊടുക്കണം. അതിനുശേഷം ഓരോ ദിവസമായിട്ട് കുറേശ്ശെ നമ്മൾ ആ ചുമതല, ആ റെസ്പോൺസിബിലിറ്റി പിള്ളേർക്ക് കൊടുക്കുന്നത് നല്ലതായിരിക്കും. രണ്ടാമത്തെ കാര്യം, നമ്മളെല്ലാവരും പിള്ളേരെ സ്നേഹിക്കുന്നു. എന്നാ പറയുന്നത്, ഇവിടെയൊക്കെ മലയാളി പിള്ളേരെ വളർത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്ട്രേലിയൻസ് സ്കൂളിൽ വരുമ്പം അവരെന്ത് ബാഗ്, എന്ത് ബ്രാൻഡാണ് ഉപയോഗിക്കുന്നത്, ആ ഒരു കമ്പാരിസണിലേക്കും ആ ഒരു രീതി എൻ്റെ കൊച്ചിനും കൊടുക്കണം എന്നുള്ള നിലയിലാണ്. ആ കൊച്ച് സിംഗിൾഡ് ഔട്ട് ആകാൻ പാടില്ല. മറ്റുള്ളവരെ മുമ്പ് ഇരിക്കുമ്പോൾ ഇവൻ സാധാ ലോക്കൽ ഷോപ്പിൽ നിന്ന് മേടിച്ച ഡ്രസ്സ്, അല്ലെങ്കിൽ അവൻ്റെ സ്കൂൾ ബാഗ് തന്നെ എല്ലാം സ്കൂളിൻ്റെ എംബ്ലം ഉള്ളതാണ്. പിന്നെ ലഞ്ച് ബാഗ്, അല്ലെങ്കിൽ ലഞ്ച് കണ്ടെയ്നർ, അല്ലെങ്കിൽ കൊട, പെൻസിൽ കേസ്, ഇതെല്ലാത്തിനും പേരൻസ് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഇവിടെ വെള്ളക്കാരുടെ അതേ അവരുടെ പിള്ളേരെ എന്താണോ കൊടുത്ത് വളർത്തുന്നത് എന്നുള്ള വിധത്തിൽ അതേ രീതിയിൽ നമ്മുടെ പിള്ളേർക്ക് നമ്മൾ മേടിച്ചു കൊടുക്കുകയാണ്. പ്ലേ സ്റ്റേഷൻ മേടിച്ചു കൊടുക്കും, കുറച്ച് കഴിയുമ്പോൾ അല്ലെ എക്സ്ബോക്സ് മേടിച്ചു കൊടുക്കുന്നു. മേടിച്ചു കൊടുക്കുന്നു എന്നുള്ളതല്ല, പിള്ളേർ ഇങ്ങോട്ട് ചോദിച്ചേക്കുകയാണ്, എൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് ഇത് മതി എന്നാണ് പിള്ളേർ പറയുന്നത്. നമ്മളൊക്കെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ. അപ്പോൾ അതാണ് വ്യത്യാസം വരുന്നത്. അങ്ങനെയാണ് ഇവിടുത്തെ നമ്മുടെ പിള്ളേർ മറ്റുള്ളവരെ കണ്ട് ഒരു വളർന്നു വരുന്നു. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ള, എങ്ങനെ വേണേലും നമുക്ക് പിള്ളേരെ സ്നേഹിക്കാം. നമ്മൾ മെറ്റീരിയൽസ് കൊടുക്കുമ്പോൾ ബർത്ത്ഡേക്ക് നല്ലൊരു ഗിഫ്റ്റ് പിള്ളേർക്ക് മേടിച്ചു കൊടുക്കുന്നു, പ്രായത്തിന് അനുയോജ്യമാണെങ്കിലും വേണ്ടുകയില്ല, പിള്ളേർക്കൊക്കെ സ്മാർട്ട് വാച്ചും ഒക്കെ മേടിച്ചു കൊടുക്കുന്നു. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിഫ്റ്റിലേക്ക് പേരൻസ് ചിലപ്പോൾ സാധാ വാച്ചായിരിക്കും കിട്ടുന്നത് കേട്ടോ. എന്നാൽ പോലും പിള്ളേർക്ക് നല്ലത് കൊടുത്താണ് ഇവിടെ പിള്ളേരെ പലപ്പോഴും മാതാപിതാക്കൾ വളർത്തുന്നത്. കാരണം ഈ ഒറ്റ ഒരു ഉദ്ദേശമുള്ളൂ, എൻ്റെ എൻ്റെ മോള് പുറകെ നിൽക്കാൻ പാടില്ല മറ്റുള്ളവരുടെ മുമ്പിൽ എന്ന് വിചാരിക്കുന്നു. ഇനി ഇതിനാൽ ഞാനൊരു കമ്പാരിസൺ കൊടുക്കുകയാണ്. നമ്മളിങ്ങനെ മറ്റുള്ളവരുടെ പിള്ളേരെ ഇവിടെ ഓസ്ട്രേലിയൻസ് എങ്ങനെയാണോ വളരുന്നത് അതനുസരിച്ച് നമ്മൾ ചെയ്യുമ്പോൾ, ഞാൻ ഈ പിള്ളേരുടെ ഇങ്ങനെ പിള്ളേരുടെ ബിഹേവിയറൽ ഡിസോർഡറുള്ള ഇവിടുത്തെ സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ളൊരു യൂണിറ്റ് വർക്ക് ചെയ്തതാണ്. അവിടെ ഞാൻ കണ്ടതാണ്, നമ്മുടെ പിള്ളേർക്ക് നമ്മൾ ഇങ്ങനെ കൊടുക്കുന്ന മാത്രമേ ഉള്ളൂ, അവരിൽ നിന്നൊന്നും മേടിക്കുന്നില്ല, ഒന്നും തിരിച്ചെടുക്കുന്നില്ല, ഒരു ക്ലീനിങ്ങിന് അവർ നമ്മളെ സഹായിക്കുന്നില്ല. പുറത്ത് കിടക്കുന്ന തുണി എടുക്കാൻ മോസ്റ്റ് ഓഫ് ദ ടൈം ഞാൻ ഇനി അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ എന്നെ കുറ്റപ്പെടുത്തില്ല നിങ്ങൾ. ഇത് 90% പിള്ളേർ വീട്ടിൽ ഒരു പണിയും പേരൻസിനെ ഹെൽപ്പ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. വളരെ അപൂർവമായിട്ട് മാത്രമേ പിള്ളേർ ഹെൽപ്പ് ചെയ്യുള്ളൂ. കാരണം പിള്ളേരുടെ ടൈം, പഠിക്കുന്ന ടൈം, അല്ലെങ്കിൽ പിന്നെ ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതിലും നമ്മൾ തന്നെ ചെയ്യുന്നതാണ് എന്നുള്ള ഒരു തോന്നൽ നമുക്ക് തന്നെ അങ്ങ് വന്നേക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ തന്നെത്താനെ
അങ്ങ് ചെയ്തു പോവുകയാണ്. അപ്പം നമ്മുടെ ബേർഡൻ ഇരട്ടി കൂടുന്നു, നമുക്ക് പ്രഷർ കൂടുന്നു, സ്ട്രെസ്സ് കൂടുന്നു. ആ സ്ട്രെസ്സ് പിന്നെ നമ്മൾക്ക് എന്നാ പറയുന്നത്, നമ്മുടെ ടെമ്പർ ലൂസ് ചെയ്യുന്ന വിധത്തിലേക്ക് വരുന്നു. പിള്ളേരോട് നമ്മൾ വഴക്കടിക്കുന്നു, പിള്ളേർ തിരിച്ചു വഴക്കടിക്കുന്നു നമ്മളോട്. പിന്നെ പിള്ളേരുടെ മാനസികാവസ്ഥ ഓർത്ത് നമ്മൾ പേടിക്കുന്നു, പിള്ളേരെ മുറിയിൽ അടച്ചിട്ടിരിക്കുന്നു. അവർക്ക് വേണേൽ കിഡ്സ് ഹെൽപ്പ് ലൈൻ വിളിക്കാം. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് പിന്നെ നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇവിടുത്തെ പേരൻസുമായിട്ട് എനിക്ക് കണ്ട ഒരു വ്യത്യാസം ഇതാണ്. ഇവിടുത്തെ പേരൻസും ഇതുപോലെ പിള്ളേരെ എല്ലാം നല്ല ബ്രാൻഡ് ഇട്ട് കൊടുക്കുന്നു, ഹോളിഡേക്ക് കൊണ്ടുപോകുന്നു, അത് ചെയ്യിപ്പിക്കുന്നു, ഇത് ചെയ്യിപ്പിക്കുന്നു, സ്പോർട്സിന് കയറ്റുന്നു, മ്യൂസിക് ഇൻസ്ട്രുമെൻസിന് ചേർക്കുന്നു, പിന്നെ എന്താ പറയുന്നത്, വീക്കെൻഡിൽ ഓരോ സ്ഥലത്ത് കൊണ്ടുപോകുന്നു. എല്ലാം നല്ലതാണ്. പക്ഷേ അവർ വീട്ടിൽ അവരുടെ പിള്ളേരെ 13 വയസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ പണിയും ചെയ്യാൻ പറയും. തന്നെത്താനെ ലഞ്ച് ബോക്സ് തയ്യാറാക്കിക്കണം, തന്നെത്താനെ ബ്രേക്ക്ഫാസ്റ്റ് അവർ ചെയ്തോണം. വീട്ടിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും പുറത്ത് തുണി ക്ലോത്ത് ലൈനിൽ കിടക്കുന്നത് എടുത്തുകൊണ്ട് വരണം, അത് എടുത്തുകൊണ്ട് വന്ന് മടക്കി വെക്കണം, സോർട്ട് ഔട്ട് ചെയ്യണമെന്ന് പറയും. അങ്ങനെ ഒരുപാട് പിന്നെ പുറത്ത് ബിന്ന് വെക്കുന്നു. മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വണ്ടി വരും എല്ലാ എൻഡ് ഓഫ് ദ വീക്കിലും വരുമ്പോൾ, മോസ്റ്റ്ലി ഫ്രൈഡേ വരുമ്പോൾ അതിന് വേണ്ടിയിട്ട് റീസൈക്ലിംഗ് ബിന്നിലിടാനുള്ളതൊക്കെ പിക്ക് ചെയ്ത് അതൊക്കെ ഇട്ട് നേച്ചർ സ്ട്രിപ്പിൽ കൊണ്ട് വെക്കാൻ പറഞ്ഞു. ഇങ്ങനെ ഒരുപാട് ഹെൽപ്പ് ഈ പിള്ളേർ ചെയ്താണ് വരുന്നത്. ഞാനിപ്പോഴും ഒരു സംഭവം ഓർക്കുകയാണ്. ഞാനൊരു ദിവസം മൺഡേയിൽ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വളരെ ബിസി ആയിരുന്നു. അപ്പോൾ ഞാൻ ലേറ്റായി. ഞാൻ പറഞ്ഞു എനിക്കിനി നിൽക്കാൻ പറ്റിയല്ല, I have to prepare breakfast and lunch for my kids and I have to drop them at school എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കൂട്ടത്തിൽ നിന്ന് ഓസി ഞെട്ടിപ്പോയിട്ട് അവൾ എന്നോട് പറഞ്ഞു, കുസും how old are your children? ഞാൻ പറഞ്ഞു 14-15. അപ്പം പറയുകയാണ്, no, they grown up, they big enough, old enough to make their own lunch, make their own breakfast. Why should you struggle? You need to teach them എന്നൊക്കെ പറഞ്ഞ് എനിക്കൊരു ചെറിയൊരു ഉപദേശം തന്നു. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇവിടെ വരുമ്പോഴായിരിക്കും, ചിലപ്പോൾ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴായിരിക്കും പിള്ളേർ എണീക്കുന്നത് തന്നെ. ഇതെല്ലാ വീട്ടിലും തന്നെ നടക്കാൻ സംഭവമാണ്. അല്ലെങ്കിൽ പേരൻസ് ഫോൺ വിളിച്ച് എഴുന്നേക്കടി എന്ന് പറയുന്നു. പിള്ളേരില്ലേ, സ്കൂളിൽ ലേറ്റായി പോയി കഴിഞ്ഞാലും പേരൻസിനോടാണ് ചോദ്യം, വായ്. നമ്മുടെ പേരൻറ്റിങ് ശരിയല്ല എന്നാണ് പറയുന്നത്. അപ്പം ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഗീവ് ആൻഡ് ടേക്ക് പിള്ളേരെ പഠിപ്പിക്കണം. രണ്ടാമത്തെ കാര്യം, മെറ്റീരിയൽസ് കൊടുത്ത് നമ്മൾ ലവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ മാത്രം പിന്നെ നമ്മൾ റിഗ്രറ്റ് ചെയ്തിട്ട് കാര്യമില്ല. പിള്ളേരുമായിട്ട് കൂടുതൽ നമ്മൾ ടോക്ക് ചെയ്യണം, പിള്ളേരുമായിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക, പിള്ളേരുമായിട്ട് നമ്മൾ ഹോളിഡേക്ക് പോവുക. ഇവിടെയൊക്കെ ഒരു ടെൻഡൻസിയാണ് ഗ്രൂപ്പായിട്ട് മലയാളികളുടെ ആ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ആ ഫ്രണ്ട്സ് വലയുമായിട്ട് എവിടെയെങ്കിലുമൊക്കെ പോവുക, വിളിക്കുക. അങ്ങനെയൊക്കെ പോകുമ്പം പിള്ളേരെല്ലാം കൂടി ഒരു സെറ്റ്, മാതാപിതാക്കളെല്ലാം കൂടി ഒരു സെറ്റ്. പിള്ളേരുടെ ഫണ്ണ് പിള്ളേർക്ക് ഇവർ തമ്മിൽ യാതൊരു ഇൻട്രാക്ഷനും മോസ്റ്റ് ഓഫ് ദ ടൈം കാണുകയില്ല. കാരണം പിള്ളേരെല്ലാം കൂടെ ഗ്രോണപ്പും ഗേളും എല്ലാം കൂടി ഇരുന്ന് കളിച്ചുകൊണ്ടിരുന്നോളും. പിന്നെ അപ്പം നമുക്ക് കിട്ടുന്ന ആ ഫ്രീ ടൈം നമുക്ക് പിള്ളേരോടൊന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ അവർ എൻജോയ് ചെയ്തിരുന്നോ അവരുടെ കൺസേൺ എന്തായിരുന്നെന്നോ ഇതൊക്കെ ഒന്നും ആലോചിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഫാമിലി ടൈം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, അതിനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ചെറുപ്പത്തിലേ മുതൽ നമ്മൾ മെറ്റീരിയൽസ് മേടിച്ച് കൊടുക്കുന്നു. പിള്ളേരുടെ ഡിമാൻഡ് വലുതായി കഴിയുമ്പോൾ സെക്കൻഡറി ഇയർ 8 മുതൽ പിള്ളേരുടെ ഡിമാൻഡ് കൂടുകയാണ്. എനിക്ക് ആ ഫോൺ മേടിച്ച് തരണം, എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഇപ്പോൾ ആ ഫോണാണ്, അപ്പം എനിക്കിനി ഈ ഫോൺ പറ്റിയല്ല, ഇത് ഓൾഡാണ്, എനിക്ക് ആ ഫോൺ എന്നാ പറയുക ആ ആപ്പ് എടുക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ആ ഫെസിലിറ്റി ഇല്ല, അല്ലെങ്കിൽ എനിക്കിത് മറ്റുള്ളവരെ കാണിക്കാൻ തന്നെ നാണക്കേടാണ്, ഐ നീഡ് എ ന്യൂ ഫോൺ. എൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് iPhone 10 മേടിച്ചാൽ മതി, അല്ലെ 12 മേടിച്ചാൽ മതി എന്നാണ് പിള്ളേർ ഇങ്ങോട്ട് പറയുന്നത്. ഇത് 7ലും 8ലും ഒക്കെ പഠിക്കുന്ന പിള്ളേരാണ് പറയുന്നത്. ഇങ്ങനെ അങ്ങ് പോയി നമ്മൾ ഇങ്ങനെ പിള്ളേരുടെ അടിമകളെ പോലെ നമ്മൾ അവർ മേടിച്ചു കൊടുക്കുകയാണ്. പിന്നെ പേടിയാണ്, ഇതൊക്കെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിള്ളേർ ഏത് രീതിയിൽ പ്രതികരിക്കുമെന്ന് മാതാപിതാക്കൾക്ക് പേടിയാണ്. ഇവിടെ നമ്മളും പിള്ളേരുമായിട്ടൊരു ക്ലോസ് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു പേടിയുടെ ആവശ്യമില്ല. പിള്ളേരെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്ന് പറഞ്ഞാൽ. മലയാളം ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളതല്ല കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എവിടെയാണ്, നമ്മൾ എന്തിനാണ് ആ കൂടുതൽ വാല്യൂ കൽപ്പിക്കുന്നത്. ഈ പിള്ളേർ മറ്റുള്ളവരുടെ കണ്ട് ആ രീതിയിൽ പോകുന്നതിനാണോ വാല്യൂ, അതോ ഈ ഫോണിൻ്റെ ആവശ്യമേ ഉള്ളൂ, നമുക്ക് സമയമാകുമ്പോൾ മേടിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ എന്താണ്, ഇപ്പം നടന്നു പോയിട്ട് വരുന്ന പിള്ളേർ, അല്ലെങ്കിൽ ബസ്സിലൊക്കെ പോയി വരുന്ന ബസ് മിസ്സാകുമ്പോൾ പിള്ളേരൊക്കെ വിളിക്കണം, അപ്പം ഇനഫ് ഡാറ്റ വേണം, അല്ലെങ്കിൽ ഇനഫ് കോൾ ചാർജ് അതൊക്കെ ഉണ്ടാവുന്ന ആ ഒരു രീതിയിലേക്ക് അതൊക്കെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യേണ്ട. ആ സമയമാകുമ്പോൾ നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് കൊടുക്കണം. അത് കൊടുക്കാതിരിക്കാൻ പറ്റില്ല, കാരണം പിള്ളേരുടെ സേഫ്റ്റി ഇമ്പോർട്ടൻ്റ് ആണല്ലോ.
പക്ഷെ പിള്ളേർ നമ്മളോട് ഡിമാൻഡ് ചെയ്യുന്നു, എനിക്ക് അത് മതി, എനിക്കിത് മതി. അപ്പോൾ നമ്മൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ പിള്ളേർ നമ്മളോട് പറയുന്നതാണ്, ലുക്ക് അറ്റ് ദം, ലുക്ക് അറ്റ് ഹിസ് പേരൻസ്, ലുക്ക് അറ്റ് ഹർ പേരൻസ്. അവരുടെ പേരൻസ് മേടിച്ചു കൊടുക്കുന്നുണ്ടല്ലോ, എന്തുകൊണ്ടാ മമ്മിന് ഞങ്ങൾക്ക് മേടിച്ചു തന്നുകൂടാ? നിങ്ങൾ രണ്ടുപേരും ഒരേ ജോലിയല്ലേ, നിങ്ങൾ രണ്ടുപേരും നേഴ്സുമാരല്ലേ? അവളുടെ മമ്മി നേഴ്സാണ്, അമ്മയും നേഴ്സാണ്, എന്തുകൊണ്ട് അമ്മയ്ക്ക് പറ്റില്ല? ഇങ്ങനെ എന്തുമാത്രം ക്രോസ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഫേസ് ചെയ്താണെന്നറിയാവോ? അതുകൊണ്ട് പിള്ളേരുമായിട്ട് ചെറുപ്പം മുതലേ ആ ഒരു റിപ്പോർട്ട് വേണം. പിള്ളേരെ നമ്മുടെ സിറ്റുവേഷൻ പറഞ്ഞ് മനസ്സിലാക്കണം. നേഴ്സാണെങ്കിലും എൻ്റെ ഇൻകം ആയിരിക്കില്ല അവൻ്റെ മമ്മിൻ്റെ ഇൻകം എന്ന് പറയുന്നത്. നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട് അതിൽ പിള്ളേരെ ഒതുങ്ങി നിൽക്കാനും അത് കണ്ട് സമയത്തിൻ്റെ പൂർണ്ണതയിൽ അവർക്കെല്ലാം നേടിയെടുക്കാൻ പറ്റും എന്നുള്ള ആ പോസിറ്റീവ് ചിന്താഗതി പിള്ളേർക്ക് വിടണം. അനാവശ്യമായ അനുകരണം, അനാവശ്യമായ കമ്പാരിസൺ, അതൊന്നും പാടില്ല എന്ന് പിള്ളേരോട് പറയണം. ഇനി നമ്മൾ ചെയ്യുന്ന വേറൊരു മിസ്റ്റേക്കാണ് കമ്പാരിസൺ. മറ്റു പിള്ളേരുമായിട്ട് നമ്മുടെ പിള്ളേരുമായിട്ട് കമ്പയർ ചെയ്യുന്നു. അവൻ അങ്ങനെ ചെയ്യുന്നുണ്ട്, നിനക്ക് പഠിച്ചാൽ എന്നാ? അവന് നല്ല മാർക്ക് കിട്ടി, നിനക്ക് പഠിച്ചാൽ എന്താ? ഓരോരുത്തർക്കും ഓരോ എബിലിറ്റി ആണല്ലോ എന്നേ. ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞാൽ പിള്ളേര് വെറുതെ ഇങ്ങനെ ഉഴപ്പി നടക്കുന്നത് കൊണ്ടും കുഴപ്പമില്ല എന്നൊന്നും അല്ല അതിൻ്റെ അർത്ഥം. അതിൽ നമ്മൾ എൻകറേജ് ചെയ്യേണ്ടതാണ്. ലുക്ക്, ഐ എം സ്പെൻഡിങ് യു മണി ഓൺ ദിസ്. അതിൻ്റെ റിസൾട്ട് എനിക്ക് കിട്ടണം, അതിൻ്റെ റിസൾട്ട് ഞങ്ങൾക്ക് കാണണം, മമ്മിനും ഡാഡിനും അതിൻ്റെ റിസൾട്ട് കാണണം. അതിന് നീ കമ്മിറ്റ് ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ ട്യൂഷൻ ക്യാൻസൽ ചെയ്തേക്കുക. ചുമ്മാ എന്തിനാണ് നമ്മളിങ്ങനെ ട്യൂഷൻ്റെ പുറകെ പോകുന്നത്, അല്ലേ? അവർക്ക് ആ കോൺസിക്വൻസ് കൊടുക്കുക. അല്ലെങ്കിൽ ഞാൻ നിന്നെ ട്യൂഷന് കൊണ്ടേ വിടുന്ന ആ സമയം. സോ ഗീവ് ആൻഡ് ടേക്ക് ആണ് എല്ലായിടത്തും. പിന്നെ പിള്ളേരുമായിട്ട് തമാശ പറയണം, ചിരിക്കണം, അവരെ ഇൻവോൾവ് ചെയ്യണം. ഓരോ കാര്യം നമ്മൾ ചെയ്യുമ്പോഴും അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഞാനിപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇതിങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്, ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെയാണ് എന്നുള്ള ആ ഒരു ക്ലൂ അവർക്ക് കൊടുക്കുക. അപ്പോൾ അവർക്ക് കിച്ചണിലാണെങ്കിലും ഏത് ജോലി ചെയ്യുമ്പോഴാണെങ്കിലും അവർക്കും കോൺഫിഡൻസ് ഉണ്ടാവും. പിന്നെ നമ്മളുടെ പിള്ളേരുടെ കാര്യം നമ്മൾ മറ്റുള്ളവരോടൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തായിട്ട് അവരെ അറിയിക്കാണ്ടിരിക്കുക. അല്ലെങ്കിൽ ഇവിടുത്തെ കാര്യമെല്ലാം അവിടെ ചെന്ന് പറയും, പിന്നെ അവരുടെ മുമ്പിൽ അവർക്കൊരു വിഷമാവുക എന്നുള്ള ചിന്താഗതിയൊക്കെ വരുന്നു. പിന്നെ നമ്മുടെ പിള്ളേരുടെ മാനസികാവസ്ഥ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമ്മുടെ മക്കൾ ഏത് ലൈനിലാണ് പോകുന്നത്, ഏത് കൂട്ടുകെട്ടിലാണ് പോകുന്നത്, എന്ത് സംഭവിക്കുന്നു, പിള്ളേരോട് നേരിട്ട് ചോദിക്കാം. അവർ ഹാപ്പി ആണോ എന്ന് ചോദിക്കുക. അവർ മുറി അടച്ചിട്ടിരുന്ന് പഠിക്കുന്നു, ഇതൊക്കെ അവോയ്ഡ് ചെയ്യുക. പിള്ളേരെ കോമൺ ആയിട്ടുള്ള സ്റ്റഡി ഏരിയയിലിരുന്ന് പഠിപ്പിക്കുക. അത് പഠിക്കുന്നതിന് നോക്കുക. നമ്മളുടെ ഒരു കണ്ണ് വേണം ആ കാര്യത്തിൽ. ഒരു ഇയർ 10 ഒക്കെ ആയി കഴിയുമ്പോൾ അവർക്ക് കൂടുതൽ പീസ് ഓഫ് മൈൻഡ് വേണം. നമ്മുടെ കിച്ചണിലെ ശബ്ദം, അല്ലെങ്കിൽ ലോണ്ടറി ശബ്ദം, അല്ലെങ്കിൽ വാക്യൂം ക്ലീനിങ്ങിൻ്റെ ശബ്ദം, അങ്ങനെ പല ശബ്ദങ്ങൾ, അതൊന്നും അവർക്ക് ഒത്തിരി പഠിക്കാനുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലെ രീതിയിലല്ല, ഒത്തിരി അസൈൻമെൻ്റ് ഒക്കെ ഉണ്ട്. ഇയർ 10 മുതൽ ശരിക്കും ബൊമ്പാർഡിങ് എമൗണ്ട് തന്നെയുണ്ട്. അപ്പം പിള്ളേർ ഒരുപക്ഷെ റൂമിൽ അടച്ചിട്ടിരുന്ന ക്വയറ്റ്നെസ്സിന് വേണ്ടിയിട്ട് ചെയ്യും. അപ്പം വേണമെങ്കിലും എന്തുമാത്രം ചെയ്തു, എങ്ങനെയുണ്ടായിരുന്നു, ബുദ്ധിമുട്ടുണ്ടായിരുന്നോ, അസൈൻമെൻറ്റ് ചെയ്തോ, ഇതെല്ലാം ഒന്ന് ചോദിക്കുക. അല്ലാണ്ട് കണ്ണടച്ച് അവൻ പഠിക്കുമായിരുന്നു കാണുമെന്ന് വിചാരിച്ച് ഇഗ്നോർ ചെയ്യാതെ വരുമ്പോഴേ, നീ പഠിക്കുമായിരുന്നല്ലോ, എന്നാൽ ഇറങ്ങി വാ, ചോറുണ്ടോ, അല്ലെങ്കിൽ ഡിന്നർ കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചെയ്യാതെ അവർ റൂം അടച്ചിരുന്ന് പഠിച്ചിട്ടിറങ്ങി വരുമ്പോൾ എങ്ങനെയുണ്ടായിരുന്നു, എന്താണ് ചെയ്തത്, ചെയ്യാൻ പറ്റിയോ, സംശയം വല്ലതും ഉണ്ടോ, ആ ടീച്ചറിനെ ഇമെയിൽ ചെയ്തോ സംശയം, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവർ വിചാരിക്കും, യെസ്, എനിക്കിനി ഹൈഡൊന്നും ചെയ്യാൻ പറ്റില്ല, മം ഓർ ഡാഡ് ഈസ് ഓൺ ട്രാക്ക് ആണ്. അനദർ തിങ് എന്ന് പറയുന്ന പേരൻറ്റിൻ്റെ സ്പ്ലിറ്റിംഗ് ആണ്. ഏതെങ്കിലും ഒരു ഫാദർ അല്ലെങ്കിൽ മദർ സ്ട്രിക്റ്റ് ആയിരിക്കണം പിള്ളേരോട്, ടു ദ പോയിൻ്റ് ആയിരിക്കണം. ഫാദർ സ്ട്രിക്റ്റ് ആകുമ്പോൾ മമ്മ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം അപ്പം പിള്ളേർ പേരൻസിനെ സ്പ്ലിറ്റ് ആക്കും. എനിക്ക് അമ്മയുടെ അടുത്ത് ഇതൊക്കെ നടക്കും, അപ്പൻ അങ്ങനെ പറഞ്ഞാലും അമ്മ എന്നെ സപ്പോർട്ട് ചെയ്യാനുണ്ടല്ലോ എന്നുള്ള ഫീലിംഗ് പിള്ളേർക്ക് വരികയാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പം ഫാദർ എന്ത് പറഞ്ഞാലും പിള്ളേർക്ക് അതിലൊരു ഇത് കാണുകയില്ല. അങ്ങനെ സ്ലോലി പിള്ളേർ നമ്മളിൽ നിന്ന് കൈവിട്ട് പോകുന്ന ഒരു കാഴ്ച കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് പേരൻസ് രണ്ടുപേരും സപ്പോർട്ട് ചെയ്യുക. ആരെങ്കിലും ഒരാളെങ്കിലും സ്ട്രിക്റ്റ് ആയിട്ട് ഇരിക്കുക, അതിന് ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക മറ്റു പേരൻറ്റിന്. പിന്നെ ഈ എന്താ പറയുക, ഏതെങ്കിലും പേരൻറ്റ് ഹാർഷ് അപ്രോച്ച് ആണെന്നുണ്ടെങ്കിൽ അത് പേരൻറ്റിനെ നമ്മൾ മമ്മ അല്ലെങ്കിൽ അടുത്ത പേരൻറ്റിനെ നമ്മൾ വിവരം അറിയിച്ചിരിക്കണം. നമ്മൾ ലുക്ക്, അത് ഇച്ചിരി ഹാർഷായിപ്പോയി പിള്ളേരെ എടുത്ത് അങ്ങനെ പറഞ്ഞത് എന്ന് പറയുക. പിള്ളേരോട് പക്ഷേ നമ്മൾ ഒരിക്കലും അപ്പം ഹാർഷായിരുന്നു, അത് ഇതാണ് പറയാം, യെസ് ഫാദർ ഹാഡ് ടു ടേക്ക് ദിസ് ഹാർഡ് സ്റ്റെപ്പ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് എടുക്കാൻ ഫാദറിനെ അല്ലെങ്കിൽ ഡാഡ് ചെയ്തത് എന്ന്
പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുക, മനസ്സിലാക്കി കൊടുക്കുക. ഫാദറും ഈ സണ്ണ് അല്ലെങ്കിൽ ചിൽഡ്രനുമായിട്ടുള്ള ഒരു എന്താ പറയുന്ന ഒരു അകൽച്ചയ്ക്ക് അത് ഇടവരുത്തരുത്. അത് അമ്മ അല്ലെങ്കിൽ അടുത്ത പേരൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ആ റീയൂണിയൻ എപ്പോഴും ഉണ്ടാകുക എന്നുള്ളത്. പിന്നെ ഫാമിലി ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുക. ഏത് മതത്തിലാണെന്നുണ്ടെങ്കിലും അതിന് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് ഒരു സമയം സ്പെൻഡ് ചെയ്യണം. കാരണം ഇതെല്ലാം നമ്മളുടെ ആ കൂട്ടായ്മയാണ് കാണിക്കുന്നത്. പിള്ളേരെ ഫാമിലി വാല്യൂ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഒരുമിച്ചിരുന്ന് ഡിന്നർ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അന്നേരം മാക്സിമം നമ്മൾ ടോക്ക് ചെയ്യണം. പിള്ളേരുടെ ലെവലിൽ നമ്മൾ ടോക്ക് ചെയ്ത് പഠിക്കുക. കുറച്ചൊക്കെ ആ രീതിയിലേക്ക് താഴെ വന്ന് വിളിക്കുക. പ്രത്യേകിച്ച് നീ പറയുന്നത് പൊട്ടത്തരമാണ്, മിണ്ടാണ്ടിരിക്കുക, പൊട്ടത്തരം പറയാതെ എന്നൊന്നും പറയരുത്. പിന്നെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ക്യൂൻസ്ലാൻഡിന് പോയിരുന്നു. ഹോളിഡേക്ക് 2 ദിവസം ഞാനും ബേബിച്ചനും കൂടെ പോയി. അപ്പം ഞങ്ങൾ ബോർഡിങ്ങിന് വിമാനത്തെ കയറാനായിട്ട് ഇങ്ങനെ ക്യൂവിലാണ്, ബോർഡിംഗ് പാസും പിടിച്ച് ക്യൂവിലാണ്. അപ്പം ഞാൻ കണ്ട ഒരു കാഴ്ചയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഒരു 2 വയസ്സുള്ള വലിയ ഒരു കുഞ്ഞു കൊച്ച്, അതിൻ്റെ മമ്മും ഡാഡുമായിട്ട് അവർ പോയിട്ട് വരികയാണ്. അവരും എൻ്റെ ഒപ്പം മെൽബണിലേക്ക് ഗോൾഡ് കോസ്റ്റിൽ നിന്ന് പ്ലെയിനെ കയറാനായിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. മമ്മ പ്രഗ്നൻ്റ് ആണ്, അതുകൊണ്ട് അവരിയ്ക്കുമായിരുന്നു, എൻ്റെ കൂടെ നിൽപ്പില്ലായിരുന്നു. അപ്പം എൻ്റെ ഒബ്സർവേഷനാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഈ കൊച്ചിൻ്റെ കയ്യിൽ ഒരു ചെറിയ പ്ലെയിനിൻ്റെ ഒരു ഇതുണ്ട്, ടോയ് പ്ലെയിൻ ഇരിപ്പുണ്ടായിരുന്നു കയ്യിൽ. അവനത് ഇങ്ങനെ പറത്താനായിട്ട് ഇങ്ങനെ ശ്രമിച്ചപ്പോൾ അവൻ ഇങ്ങനെ അങ്ങ് കാണിച്ച് അവൻ്റെ കയ്യിൽ നിന്ന് അത് അവനെ എറിഞ്ഞ പോലെ ആയിപ്പോയി. അപ്പോൾ ഇങ്ങനെ അവനെ പറപ്പിക്കാൻ നോക്കി. പക്ഷേ അടുത്തടുത്ത സീറ്റുകളിലൊക്കെ ആളിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞതാണ് എന്നെ സ്പർശിച്ച കാര്യം. ഞാൻ ആലോചിക്കുകയാണ്, ഒരുപക്ഷെ ഞാനാണെ പറയും, അത് പൊട്ടിച്ചു, പ്ലെയിൻ പൊട്ടിച്ചു, ഇനി നിനക്ക് മേടിച്ചു തരികയില്ല, എത്ര രൂപയുടെ സാധനമായിരുന്നെന്നറിയാവോ നീ പൊട്ടിച്ചത്. ഇങ്ങനെയൊക്കെയാണ് ഞാനാണെങ്കിൽ പെട്ടെന്ന് പ്രതികരിക്കുന്നത്. പക്ഷേ ഈ അമ്മ പറഞ്ഞത്, നീ അത് ആളെ ഹർട്ട് ചെയ്ത് കാണുമെന്ന്. നീ ത്രോ ചെയ്തപ്പോൾ നീ അത് മറ്റുള്ളവരെ അത് ഹർട്ടാക്കി കാണുമായിരിക്കും. അവർക്ക് ഇഞ്ചുറി ഏക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരിക്കലും ത്രോ ചെയ്യരുത്. ആളുകളായിരിക്കുമ്പോൾ അങ്ങനെ ത്രോ ചെയ്യില്ലെന്ന് 2 വയസ്സുള്ള കൊച്ചിനോട് പറഞ്ഞു. കൊച്ചമ്മയെ ഒന്ന് നോക്കി. കൊച്ചധികം സംസാരിക്കുന്ന പോലും ഇല്ലാത്ത കൊച്ചാണ്. പക്ഷേ അമ്മ പറഞ്ഞത് ഇതാണ്. എന്നിട്ട് പറഞ്ഞു, ഗോ ആൻഡ് പിക്ക് ഇറ്റ് അപ്പ്. കൊച്ച് സീറ്റിൻ്റെ അടിയിലാണ്ട് ഇഴഞ്ഞ് പോയി എടുക്കാവോ നോക്കിയിട്ട് എടുക്കാൻ പറ്റിയില്ല. എന്നിട്ട് ഫാദർ എന്ന് എടുത്തു കൊടുത്തിട്ട് ഫാദർ ഈ ടോയ് പ്ലെയിൻ കൈ പിടിച്ചിട്ട് പറഞ്ഞു, നെവർ ഡു ഇറ്റ് അഗെയിൻ. നമ്മളാണെങ്കിൽ എന്താണ് ചെയ്യുന്നത് അല്ലേ? ഇതൊക്കെയാണ് ഇവിടുത്തെ പേരൻസും നമ്മൾ പേരൻസുമായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. മോറൽ വാല്യൂസിന് ഇമ്പോർട്ടൻ്റ് കൊടുത്ത് പിള്ളേരെ വളർത്തണം നമ്മൾ. നമ്മൾ പിന്നെ വേറൊരു കാര്യം, നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ, നമ്മളിങ്ങനെ ക്യൂവിൽ നുഴഞ്ഞു കയറി പിള്ളേരങ്ങ് പോകും. അവർ പോയി സ്മാർട്ടായിട്ട് നിന്ന് കാര്യം നേടിക്കൊണ്ട് വരും. ബാക്കി ക്യൂ നിൽക്കുന്നവരൊക്കെ ഇങ്ങനെ പൊട്ടന്മാരായിട്ട് ക്യൂ ഇങ്ങനെ നിൽക്കും അല്ലേ. അപ്പം നിൻ്റെ മോള് നല്ല മിടുക്കിയ, കാര്യം നേടാൻ നല്ല മിടുക്ക, അല്ല നല്ല കഴിവുള്ള കൊച്ചാന്ന് പറയും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. വെയിറ്റ് ഫോർ യുവർ ടേൺ എന്നാണ് ഇവിടുത്തെ പേരൻസ് പിള്ളേരോട് പറയുന്നത്. പിള്ളേരിങ്ങനെ മുമ്പിൽ കയറാനായിട്ട് ഫൺ ആക്ടിവിറ്റീസിക്കൊക്കെ മുമ്പിൽ കയറാനായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അവർക്ക് പേടിയാണ്. സീറ്റ് തികഞ്ഞു പോവുമോ, കയറാൻ പറ്റുകയില്ല എന്നുള്ള പേടിയൊക്കെ ഉണ്ട്. പക്ഷെ പേരൻസ് ഇവിടെ പറയുന്നതാണ്, യു നീഡ് ടു സ്റ്റേ ഹിയർ, വെയിറ്റ് ഫോർ യുവർ ടേൺ. നമ്മുടെ മുമ്പിലുള്ളൊരു കഴിഞ്ഞാൽ നമുക്ക് ടേൺ ഉള്ളൂ. സോ വി ഹാവ് ടു വെയിറ്റ് ഹിയർ, ബി പേഷ്യൻറ്റ് എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. എന്നാൽ നീയും കൂടെ ഓടിപ്പോയി എൻ്റെ ഇടയിൽ പോയി നിൽക്കുക എന്ന് പറഞ്ഞു കൊടുക്കാറില്ല. അത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ മറ്റുള്ളവരുടെ സാധനങ്ങളെ ബഹുമാനിക്കുന്നത്, അത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ പിള്ളേർ ഇപ്പോൾ ഒരു ലാസ്റ്റ് ഒരു 10-15 വർഷമൊന്നും ആയിട്ട് അങ്ങനെയൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മറ്റുള്ളവരുടെ കാര്യങ്ങൾ അവനെ വെച്ചിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് അതൊന്നുമില്ല. ഇവിടെയെല്ലാം ഇൻഡിപെൻഡൻ്റ് ആണ്. നമ്മുടെ സ്വന്തം പെൻസിൽ കേസ്, നമുക്ക് അത് വേണം ഇത് വേണം, ഇല്ലയെന്നുണ്ടെങ്കിൽ മിസ്സിനോട് ചോദിക്കാം, ഇല്ലാന്ന് മിസ് അറേഞ്ച് ചെയ്ത് തരും. നമ്മുടെ പെൻസിൽ ഒടിഞ്ഞു പോയെങ്കിൽ അല്ലെങ്കിൽ നമുക്കത് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അങ്ങനെയാണ്. അല്ലാണ്ട് മറ്റൊരാളെ നമുക്ക് ചോദിക്കാതെ എടുക്കാവുന്ന അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ പിള്ളേരെ ചെറുപ്പം മുതലേ താങ്ക്സും സോറിയും എല്ലാം പറഞ്ഞ് പഠിപ്പിക്കുക. അതിൻ്റെ വില വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ മലയാളികൾക്ക് ഏറ്റവും കുറവുള്ള ഒരു കാര്യമാണ് സോറി പറയാനും താങ്ക് യു പറയാനും ഉള്ള ഈ 2 വാക്കുകളുടെ ഉപയോഗം വളരെ കുറവാണ്. കാരണം ഈവൻ പേരൻസ് തമ്മിൽ അല്ലെങ്കിൽ ഹസ്ബൻഡും വൈഫും തമ്മിൽ പോലും സോറിയും താങ്ക്സും പറയാറില്ല.
കാരണം ഇതെല്ലാം അണ്ടർസ്റ്റുഡ് ആണ്. ഞാൻ ഇതിന് സോറി പറയുന്നത്, ഇത് നമ്മുടെ ഒരുമിച്ചുള്ള ജീവിതമാണ്, ഇവിടെ സോറിയുടെയും താങ്ക്സിൻ്റെയും ആവശ്യമില്ല എന്നൊക്കെയുള്ള ചിന്താഗതിയുണ്ട്. പക്ഷെ നമ്മുടെ പിള്ളേർ വളർന്നു വരുമ്പോൾ അതവരെ പഠിപ്പിക്കണം. തെറ്റ് ചെയ്തെങ്കിൽ സോറി എന്ന് പറഞ്ഞ് അത് നമ്മൾ അക്നോളജ് ചെയ്യാനായിട്ട് പിള്ളേരെ പഠിപ്പിക്കണം. പിന്നെ താങ്ക്സ് ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ പിള്ളേർക്ക് ഒരു സാധനം എടുത്തു കൊടുക്കുന്നു, അല്ലെങ്കിൽ എന്താണ് മമ്മ എനിക്ക് വെള്ളം എടുത്തു തരാമോ എന്ന് ചോദിക്കുമ്പം നമ്മൾ വെള്ളം കൊണ്ടേ കൊടുക്കുന്നു. പക്ഷെ താങ്ക്സ് പറയും പിള്ളേർ. ഹസ്ബൻഡ് വൈഫിന് വെള്ളം എടുത്തു കൊടുക്കുമ്പോൾ വൈഫ് താങ്ക്സ് പറയും, അല്ലെങ്കിൽ തിരിച്ചും അങ്ങനെയാണ് ഇവിടുത്തെ പേരൻറ്റിങ്, അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ്. ഇത് വളരെ നമ്മളൊന്നും ഇതൊന്നും ഞങ്ങളുടെയൊക്കെ പ്രായത്തിലുള്ളവരൊന്നും എനിക്ക് തോന്നുന്നില്ല എൻ്റെ ചാച്ചനും അമ്മച്ചിയൊന്നും അങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ക്സും സോറിയൊക്കെ പറഞ്ഞാണ് ജീവിച്ചിരുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു വ്യത്യാസം കൂടിയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ഒരു ചലഞ്ച് എന്ന് പറയുന്നത്. പിന്നെ പിള്ളേർ ഒരുവിധം 12ാം ക്ലാസ് ഒക്കെ ആയി കഴിയുമ്പോഴേക്കും പിന്നെ അവരുടെ സ്വഭാവത്തിലുള്ള വ്യത്യാസങ്ങൾ, പ്രത്യേകിച്ച് പെൺപിള്ളേരാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താ പറയുന്നത്, ഭയങ്കര ഇമോഷണലാണ്. ഫ്രണ്ട്ഷിപ്പ് അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ബുള്ളിങ്ങിൻ്റെ പ്രശ്നമുണ്ട്. പിന്നെ ഫിഗർ, ബോഡി ഇമേജ്, അതൊരു പ്രശ്നമാണ് പെൺപിള്ളേർക്ക് കൂടുതലായിട്ടും. അങ്ങനെ എന്നാ പറയുന്നത്, അപ്പോൾ നമ്മൾ ഈ പെൺപിള്ളേരൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു സിസ്റ്ററിനെ പോലെ അമ്മ നിൽക്കണം, അമ്മയായിട്ട് നിൽക്കണം, സിസ്റ്ററായിട്ട് നിൽക്കണം, അങ്ങനെ കൂട്ടുകാരത്തിയായിട്ട് നിൽക്കണം. അങ്ങനെ ഒരുപാട് വ്യത്യാസമുണ്ട് കേട്ടോ ഇവിടെ പിള്ളേരെയൊക്കെ, പ്രത്യേകിച്ച് പെൺപിള്ളേരെ വളർത്താൻ. ആൺകുട്ടികളെ വളർത്താൻ എളുപ്പമാണെന്നാണ് പറയുന്നത്, കാരണം അവരത്ര ഇമോഷണൽ അല്ല, അത്ര ക്ലിങ്ങി ആയിരിക്കുകയല്ല. ചെറുപ്പത്തിൽ ഭംഗിയായിരിക്കും പേരൻസുമായിട്ട്, പ്രത്യേകിച്ച് അമ്മമാരുമായിട്ട്. പക്ഷേ വലുതായി കഴിയുമ്പോൾ അവർ അപ്പന്മാരുടെ സൈഡിലേക്ക് അങ്ങ് പോകും, കുറച്ചുകൂടി ഇൻഡിപെൻഡൻ്റ് ആയിട്ട്, കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കും. പക്ഷേ പെൺപിള്ളേർ ഇവിടെ വളർത്താനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കാരണം. അപ്പം നിങ്ങൾക്ക് ഈ പേരൻറ്റിങ്ങിനെ പറ്റിയുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ശ്രമിക്കുക. അപ്പം പുതിയ വീഡിയോയുമായിട്ട് പിന്നെ കാണാം. ബൈ ബൈ.